എല്ലാവരും ഒന്ന് നോക്കിയേ. ഈ നമ്മുടെ ഈ ബിരിയാണി റൈസും മസാലയും ചിക്കനും തമ്മിലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഈ ഡയലോഗ് ഇത് ചത്ത കോഴിയാണോ അതോ കൊന്ന കോഴിയാണോ? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ചത്ത കോഴിയാണോ? ഇത് ചത്ത കോഴിയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ബിരിയാണി ബിരിയാണി ബിരിയാണി. ഇതാ വേൾഡ്സ് നമ്പർ 1 ബിരിയാണി. പറഞ്ഞത് ഇതിനകത്ത് സാലഡോ അച്ചാറും മുട്ടയൊന്നുമില്ല. ഈ മുട്ടയും സലാഡും അച്ചാറൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. ആണോ? വേൾഡ്സ് നമ്പർ 1 ചവത്തി കുത്തരുത് ചെട്ടിയമ്മ. എനിക്ക് ദിനേശേട്ടനെ പോലെ അങ്ങനെ പറയാനൊന്നും അറിയില്ല. ബിരിയാണി കൊള്ളൂല. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നീ ഏതടി? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. നല്ല ബിരിയാണി കണ്ടിട്ടുണ്ടോ? ആ പക്ഷെ ഈ ബിരിയാണി കൊള്ളൂല, ഇത് മോശം. இனிமேல செய்ய வேண்டியிருக்கும் மாமே, நாட்டு நிலைமை அப்படி. ഇതെന്നാ ദിനേശേട്ടൻ ഇവിടെ മൊത്തം ഈച്ച. ഈ ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന് പോറ്റുന്നൊന്നുമല്ല. നീ അന്ന് എനിക്ക് ബിരിയാണി വന്നപ്പോ ഒരു ഈച്ച പാറ കിടന്നില്ലേ, ആ സെയിം ഈച്ച ഇത്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അതിന് ആ ഈച്ചനെ ദിനേശേട്ടൻ കൊന്നിട്ടില്ല അപ്പൊ തന്നെ. ആ ഈച്ചക്ക് ബന്ധുക്കളുണ്ടാവില്ലേ? ദിനേശേട്ടാ, ഈ അരിയും ചിക്കനെല്ലാം വെറുതെ വിറകടുപ്പ് കൂട്ടിയിട്ടാൽ ബിരിയാണി ആവൂല. നിനക്കെല്ലാം എന്ത് ബിരിയാണി ഇറങ്ങി തിന്നണ്ട. നിങ്ങളുടെ ആരുടെയും കൺവട്ടത്തങ്ങ് ഒരിക്കലും വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഒരു റിവ്യൂ പറയുമ്പോ അതിന്റെ സ്പിരിറ്റിൽ എടുക്ക്. நீ சச்சி நேரு. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.